കുട്ടികളെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടോ പ്രൊസീജിയർ ഫോർ അസസ്മെൻറ്റ് ലാസ്റ്റ് തിയറി ചാപ്റ്ററാണ്. എന്താണ് അസസ്മെൻറ്റിൻ്റെ പ്രൊസീജിയർ നോക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഓരോ വ്യക്തി, അതായത് ഈച്ച് ആൻഡ് എവരി പേഴ്സൺ എന്താണ് പറയുന്നത്, ഈസ് റിക്വയർഡ് ടു സബ്മിറ്റ് ദെയർ പർട്ടിക്കുലേഴ്സ് ഓഫ് ഇൻകം ഫോർ എ പർട്ടിക്കുലർ അക്കൗണ്ടിങ് പീരീഡ്. ഒരു അക്കൗണ്ടിങ് പീരീഡിൽ പർട്ടിക്കുലർ അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലണ്ടർ ഇയർ ആണെങ്കിൽ 1 ജാനുവരി തൊട്ട് 31 ഡിസംബർ, ഫിനാൻഷ്യൽ ഇയർ ആണെങ്കിൽ 1 ഏപ്രിൽ തൊട്ട് 31 മാർച്ച്. അപ്പം അങ്ങനെ ആ ടൈം പീരീഡിൽ പർട്ടിക്കുലർ അക്കൗണ്ടിങ് പീരീഡിൽ ടു ദ ഇൻകം ടാക്സ് ഓഫീസർ ഓഫീസ് ഏരിയ, ആ വ്യക്തിയുടെ ടാക്സ് അടയ്ക്കുന്ന വ്യക്തി അസസിയുടെ ഏരിയ ഏതാണെന്ന് വെച്ചെങ്കിൽ അവിടുത്തെ ഇൻകം ടാക്സ് ഓഫീസർക്ക് എന്ത് ചെയ്യണം, പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ പ്രിസ്ക്രൈബ്ഡ് ഫ്രം ദ ടേംസ് ആസ് റിട്ടേൺ ഓഫ് ഇൻകം എന്ത് ചെയ്യണം, ഫയൽ ചെയ്യണം, റിട്ടേൺ ഫയൽ ചെയ്യണം കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് അസസ്മെൻറ്റ് പ്രൊസീജിയറിൻ്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പാണ് റിട്ടേൺ ഫയൽ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നോക്കാം എങ്ങനെയാണ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് നോക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്, അപ്പം നോക്കിയോളൂ. ഫയലിംഗ് ഓഫ് റിട്ടേൺ ഓഫ് ഇൻകം, അതായത് റിട്ടേൺ ഓഫ് ഇൻകം is the format in which the assessee has to furnish information as to his total income and tax payable. അസസിക്ക് കിട്ടിയ ടോട്ടൽ ഇൻകം എത്രയാണെന്ന് ആദ്യം കണ്ടുവയ്ക്കുക, എന്നിട്ട് അതിൽ എത്രയാണ് ടാക്സ് പേ ചെയ്യേണ്ടതെന്ന് നോക്കുക. ഓക്കെ, അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് യുവർ ഏണിങ്സ്. നിങ്ങളുടെ ഏണിങ്സിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുക ഫ്രം വേരിയസ് സോഴ്സ് ഓഫ് ഇൻകം. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ വേരിയസ് സോഴ്സ് ഓഫ് ഇൻകം, നമ്മൾ 5 ഹെഡ്സ് ഓഫ് ഇൻകം പഠിച്ചു, അതിൽ പല സോഴ്സുകൾ ഉണ്ടാവും നിങ്ങൾക്ക് ഇൻകം. അപ്പോൾ ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് നിങ്ങൾക്ക് ഇൻകം കിട്ടുന്നതെങ്കിൽ ആ സോഴ്സ് എല്ലാം കാണിക്കണം. വേരിയസ് സോഴ്സ് ഓഫ് ഇൻകം, ടാക്സ് ലയബിലിറ്റി ദെയറോൺ, അതിന് ഓരോന്നിനുമുള്ള ടാക്സ് ലയബിലിറ്റി, ഡീറ്റെയിൽസ് ഓഫ് ടാക്സ് പെയ്ഡ്, നമ്മൾ ടാക്സ് പേ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ്, ആൻഡ് എനി റീഫണ്ട് ദാറ്റ് ഹാവ് ടു ബി ഗിവൺ ബൈ ദ ഗവൺമെൻറ്. നിങ്ങൾക്ക് എന്തെങ്കിലും റീഫണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻഫർമേഷൻസ് ഗവൺമെൻറ് തന്നത് കേട്ടോ. റീഫണ്ട് ദാറ്റ് ഹാവ് ടു ബി ഗിവൺ ബൈ ദ ഗവൺമെൻറ്. ആൻഡ് ഹെൻസ് ദ ഡെഡ് ലൈൻ കെപ്റ്റ് ടു ഫർണിഷ് ദിസ് ഡീറ്റെയിൽസ് ഈസ് ആഫ്റ്റർ 4 months ഫ്രം ദ എൻഡ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇയർ. ഫിനാൻഷ്യൽ ഇയർ അവസാനിച്ച് 4 മാസത്തിനുള്ളിലാണ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. ഞാൻ തുടക്കത്തിലേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന്. നമ്മൾ ഈ വർഷത്തെ ഇൻകത്തുമ്പോൾ ഈ വർഷം തന്നെ ടാക്സ് പേ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ഗവൺമെൻറ്റിലേക്ക് നമ്മൾ സെൻഡ് ചെയ്യും. അഡ്വാൻസ് ആയിട്ട് ടാക്സ് അടയ്ക്കുന്നതാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് അഡ്വാൻസ് ടാക്സിൽ പഠിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഗവൺമെൻറ് ഒരു സമയം തരും, ഇത്ര മാസത്തിനുള്ളിൽ റിട്ടേൺ ഫയൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ആ ഫയൽ ചെയ്യണ ഡേറ്റാണ് എന്താ പറയുന്നത്, ഡെഡ് ലൈനാണ് കെപ്റ്റ് ടു ഫർണിഷ് ദീസ് ഡീറ്റെയിൽസ് ഈസ് എന്താണ്, ആഫ്റ്റർ 4 months ഫ്രം ദ എൻഡ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇയർ. അപ്പം നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ ഏതാണ്, നിങ്ങളുടെ ഫിനാൻഷ്യൽ ഇയർ 2020-21 ആണ്. അപ്പം 2020-21 ഇൻകം ഓൾറെഡി പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട്, അഡ്വാൻസ് ആയിട്ട് പേ ചെയ്ത് കഴിഞ്ഞു. പക്ഷെ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് അടുത്ത ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഈ 4 മാസത്തെ. ചിലപ്പോൾ ഇപ്രാവശ്യം കൊറോണയ്ക്ക് കാരണം കൊണ്ട്, കോവിഡൊക്കെ കാരണം കൊണ്ട് സമയം മാറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ചില സിറ്റുവേഷൻ വരുമ്പോൾ മാറ്റി കിട്ടും, അല്ലെങ്കിൽ ഈ 4 മാസം കേട്ടോ. 4 മാസത്തിനുള്ളിൽ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. ഓക്കെ, അതായത് പേയേഴ്സ് ഹാവ് സഫിഷ്യൻറ്റ് ടൈം ടു ആഗ്രിഗേറ്റ് ദ ഡാറ്റ ഫോർ ദി ഹോൾ ഇയർ. ഒരു വർഷത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആഗ്രിഗേറ്റ് ചെയ്ത് കണ്ടുപിടിച്ച് കറക്റ്റായിട്ട് എഴുതാനായിട്ട് സഫിഷ്യൻറ്റ് ടൈം ഹാവ് പെയ്ഡ് ആണ്, ധാരാളം സമയം കൊടുക്കുന്ന പറയുന്നത്. ഇയർ ആൻഡ് റിപ്പോർട്ട് ആക്യുറേറ്റ്ലി ആൻഡ് ഇൻ ടൈം ടു ദ ഗവൺമെൻറ്. ആക്യുറേറ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് ടൈമിലി എന്ത് ചെയ്യണം പറയുന്നത്, സെൻഡ് ടു ദ ഗവൺമെൻറ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻകം നിങ്ങൾ കൃത്യമായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്ത് ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടയ്ക്കാനായിട്ട് നോക്കുക. റിട്ടേൺ ഫയൽ ചെയ്യുന്ന പ്രൊസീജിയറാണ് കേട്ടോ. പിന്നെ റീപെർക്യൂഷൻസ് ഓഫ് നോൺ ഫയലിംഗ് ഓഫ് റിട്ടേൺസ്. റീപെർക്യൂഷൻസ് കേട്ടോ, REPR, പെർക്യൂഷൻസ് ഓഫ് നോൺ ഫയലിംഗ് ഓഫ് റിട്ടേൺ. നോൺ ഫയലിംഗ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ അട്രാക്ട്സ്. നോൺ ഫയലിംഗ് ഓഫ് ഇൻകം ടാക്സ്, നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല എങ്കിൽ ടാക്സ് ഇൻട്രസ്റ്റ്, പലിശ കൊടുക്കേണ്ടി വരും, പെനാൽറ്റി അടയ്ക്കേണ്ടി വരും, പ്രോസിക്യൂഷൻ ആൻഡ് സ്ക്രൂട്ടിനി ഫ്രം ദ IT ഡിപ്പാർട്ട്മെൻറ്റ്, അവിടുന്ന് സൂക്ഷ്മ പരിശോധനയ്ക്ക് വരും. പിന്നെ നമ്മൾ വല്ല എന്താ പറയുന്നത് ടാക്സ് ഇവാഷൻ നടത്തുന്നുണ്ടോ നോക്കും. ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറച്ച് വരുമ്പോൾ ജയിലിൽ നടക്കേണ്ടി വരുന്നു. അപ്പോൾ അതിനുള്ള വകുപ്പൊന്നും ഉണ്ടാക്കാതെ നമ്മൾ ഏറ്റവും ആദ്യം എന്ത് ചെയ്യണം, ടാക്സ് അടച്ചു വെച്ചേക്കാൻ, അതായത് റിട്ടേൺ ഫയൽ ചെയ്യാം.
ബെനിഫിറ്റ്സ് ഓഫ് ഫയലിംഗ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന്. ഫോർ ആക്സിഡൻ്റൽ ക്ലെയിംസ് ഇൻ തേർഡ് പാർട്ടി ഇൻഷുറൻസ്, the formula for accidental claims is by multiplying the yearly income in ITR with years of expected life of the deceased. അപ്പോൾ എന്താ പറയുന്നത്, ആക്സിഡൻ്റൽ ക്ലെയിംസ് ബെനിഫിറ്റ് ഉണ്ട്. ബാങ്ക് ലോൺ, നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ബിഫോർ ഗ്രാൻഡിങ് ദ ലോൺ banks want to know your financial capacity and your income details as shown by your IT returns. ബാങ്കിൽ നിന്ന് ലോണൊക്കെ എടുക്കുകയാണെങ്കിൽ ITR കൊടുത്തിട്ട് എടുക്കുക. അങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ നമുക്കതൊരു ബെനിഫിറ്റാണ്. നല്ല ITR ആണെങ്കിൽ, നല്ല ITR എന്ന് വെച്ചാൽ കാണാൻ ഭംഗിയും ചന്തോന്നുള്ള ITR അല്ലാട്ട മക്കളെ, കൂടുതൽ ഇൻകം ഉള്ളത്. നമ്മൾ നല്ലൊരു എമൗണ്ട് ഇൻകം ടാക്സ് പേ ചെയ്യുന്നുണ്ടെങ്കിൽ ലോൺ കിട്ടാനായിട്ട് എളുപ്പമാണെന്ന്. ടാക്സ് പേയി എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ ബാങ്കുകാർ ചാടി വീഴും ലോൺ കൊടുക്കാനായിട്ട്. ഹൈ ഇൻകം ഏർണിംഗ് SSC ആയിരിക്കില്ലേ, അപ്പോൾ നമുക്കത് കിട്ടുന്ന പറയുന്നത് ലോൺ വേഗം കിട്ടും കേട്ടോ. അപ്പോൾ ബാങ്ക് ലോൺ ഗ്രാൻഡ് ചെയ്യാനായിട്ടും നല്ലതാണ്. പിന്നെന്താണെന്ന് പറയുന്നത്, ഇമിഗ്രേഷൻസ്, ആബ്സെൻസ് ഓഫ് റിട്ടേൺ ഓഫ് എനി സിംഗിൾ ഇയർ ക്യാൻ ഡിക്രീസ് യുവർ ചാൻസസ് ഓഫ് ഫോറിൻ വിസ അണ്ടർ വിസിറ്റർ, ഇൻവെസ്റ്റർ ഓർ വർക്ക് പെർമിറ്റ്സ് കാറ്റഗറി കേട്ടോ. ഇമിഗ്രേഷനൊക്കെ പിന്നെന്താ പറയുന്നത്, ടെൻഡറൊക്കെ വെക്കുക. കൊട്ടേഷൻ ടെൻഡർ എന്നൊക്കെ കേട്ടിട്ടില്ലേ. വൺ വാണ്ട് ടു എക്സ്പാൻഡ് വൺസ് ബിസിനസ് ആൻഡ് ഒപ്റ്റെയിൻ ടെൻഡേഴ്സ് ഫ്രം ഗവൺമെൻറ്. ടെൻഡറൊക്കെ വെക്കുമ്പോൾ ഓർ പ്രൈവറ്റ് ബോഡീസിലൊക്കെ ആണെങ്കിൽ വൺ നീഡ്സ് ടു ഫയൽ റെഗുലർ റിട്ടേൺസ്. റെഗുലറായിട്ടുള്ള റിട്ടേൺ ഫയൽ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ അതൊക്കെ എളുപ്പത്തിൽ നടക്കുന്നു. പിന്നെ അപ്പോയിൻമെൻറ്റ്സ്, ഫോർ അപ്പോയിൻമെൻറ്റ്സ് ഇൻ ജുഡീഷ്യൽ ആൻഡ് ക്ലാസ് 1 ജോബ്സ്. ജുഡീഷ്യൽ ആൻഡ് ക്ലാസ് 1 ജോബുകൾക്കൊക്കെ അപ്പോയിൻമെൻറ്റ് കിട്ടുമ്പോൾ കാൻഡിഡേറ്റ്സ് ക്രെഡിബിലിറ്റി ഈസ് ചെക്ക്ഡ് ബൈ ഗോയിങ് ത്രൂ ലാസ്റ്റ് 5 to 7 years ടാക്സ് റിട്ടേൺസ്. കഴിഞ്ഞു പോയ 5 to 7 കൊല്ലത്തെ ടാക്സ് റിട്ടേൺസ് ഒക്കെ അവർ നോക്കുന്നു. അപ്പോൾ ജോലി കിട്ടാനൊക്കെ എളുപ്പമുണ്ട്. LIC ഏജൻസി, പ്രീവിയസ് 3 years returns are called for below before allotting any LIC GIC ഏജൻസി. GICയുടെയും LICയുടെയൊക്കെ ഏജൻസി കിട്ടണമെങ്കിൽ 3 കൊല്ലത്തെ ഇൻകം റിട്ടേൺ ഫയൽ ചെയ്ത്, ഇൻകം ടാക്സിൻ്റെ റിട്ടേൺ ഫയൽ ചെയ്തതിൻ്റെ ഡോക്യുമെൻറ്റ്സ് കൊടുത്താൽ മതി. പിന്നെ സ്റ്റാർട്ടപ്പ്, മെനി എ ടൈം സീഡ്, ഏഞ്ചൽ ഓർ വെഞ്ചർ ക്യാപിറ്റൽ ഇൻവെസ്റ്റേഴ്സ് include income tax returns filed till date in their statistical analysis for getting startup funding. അതേപോലെ തന്നെ എന്താ പറയുന്നത്, ന്യൂലി സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള ബിസിനസ്സുകൾ, നിങ്ങൾ പുതുതായിട്ട് ബിസിനസ് തുടങ്ങുന്നുണ്ടെങ്കിൽ ന്യൂലി സ്റ്റാർട്ടപ്പുകൾക്ക് എന്ത് ചെയ്താൽ പറയുന്നത്, നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേണിൻ്റെ ഫയലിംഗ്, ഇൻകം ടാക്സ് റിട്ടേൺസ് കണ്ടു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്ന പറയുന്നത് ഗെറ്റിംഗ് സ്റ്റാർട്ടപ്പ് ഫണ്ടിങ്. നിങ്ങൾ നല്ല ഇൻകം ഏൺ ചെയ്യുന്ന കമ്പനികളാണെന്നൊക്കെ അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ സ്റ്റാർട്ടപ്പ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് തരും കേട്ടോ, വെഞ്ചർ ക്യാപിറ്റൽ വഴി. ഇനി ടൈപ്സ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺസ് ഏതൊക്കെയാണ്, ഇത് ചിലപ്പോൾ ചോദിക്കാറുണ്ട് കേട്ടോ തിയറി ആയിട്ട്. ടൈപ്സ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺസ് ഏതൊക്കെയാണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺസ് നോക്കാം. ഏറ്റവും തന്നെ വോളണ്ടറി റിട്ടേൺസ്, വോളണ്ടറി സ്വമേധയ, അതായത് പറയുന്നത് അസസി സ്വമേധയ റിട്ടേൺ ഫയൽ ചെയ്തിരിക്കുന്നത് കേട്ടോ. വോളണ്ടറി റിട്ടേൺസ് ഉണ്ട്. നോക്കിയൂടെ എന്തൊക്കെയാണ് ഈ വോളണ്ടറി റിട്ടേൺസ് നോക്കാം. വോളണ്ടറി റിട്ടേണിൽ ഫസ്റ്റ് വൺ എന്താ പറയുന്നത്, ഇൻഡിവിജ്വൽസ് വ്യക്തികൾ, റിട്ടേൺ ബൈ ഇൻഡിവിജ്വൽസ് HUF, അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് AOP, BOI, ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് ഓർ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺസ്. ഇവരൊക്കെ അതായത് എവറി ഇൻഡിവിജ്വൽ HUF, AOP, BOI, ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺസ് AJP shall file the return of his total income or the total income of any other person in respect of which he is assessable if the income without giving effect to the provisions of section 80C to 80U. 80C to 80U deductions ഉള്ളതാണ് കേട്ടോ. exceeded the maximum amount which is not chargeable to tax. പിന്നെ നോൺ റെസിഡൻറ്റ് ഇൻഡിവിജ്വൽസ് ഇന്ത്യൻസ് ആണെങ്കിൽ നോൺ റെസിഡൻറ്റ് കേട്ടിട്ടില്ലേ, 3 ആൾ, ഓർഡിനറി റെസിഡൻറ്റ്, നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്, നോൺ റെസിഡൻറ്റ്. അതിൽ നോൺ റെസിഡൻറ്റ് ആണെങ്കിൽ നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസ് എക്സെപ്റ്റ് ദോസ് കവേർഡ് അണ്ടർ സെക്ഷൻ 115AC, ഈ സെക്ഷനൊക്കെ ഓർമ്മയുണ്ടാവട്ടോ നിങ്ങൾക്ക്, ആൻഡ് 115G,
ഹാവിങ് ടാക്സിബിൾ ഇൻകം എക്സീഡിങ് 2,50,000 2,50,000 കൂടുതലാണെങ്കിൽ അവർ ഈ സെക്ഷനിൽ വരുന്നവരൊക്കെ ആണെങ്കിൽ അവരുടെ റിട്ടേൺ ഫയൽ ചെയ്താൽ മതി. ഇനി മൂന്നാമത്തെ തേർഡ് പോയിന്റ്, കോർപ്പറേറ്റ് സൊസൈറ്റീസ് ഓപ്ഷൻ ടു ഫർണിഷ് റിട്ടേൺ ഓഫ് ഇൻകം ടു എംപ്ലോയർ സെക്ഷൻ 139 IA 1A IAയുടെ 1A. This section gives an option to a person being an individual who is in receipt of income chargeable under the head salaries to furnish a return of his income for any previous year to his employer. നിങ്ങൾക്ക് സാലറി ഇൻകം ആണെങ്കിൽ നിങ്ങളുടെ റിട്ടേൺ എംപ്ലോയർ ആണ് എന്താണെന്ന് പറയുന്നത് ഫയൽ ചെയ്യുക, റിട്ടേൺ ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് തരിക. In accordance with such a scheme as may be notified by the Central Board of Direct Tax CBDT and subject to such conditions as may be specified. ഇനി second point, such employer shall furnish all returns of income received by him. അതിലെല്ലാം എംപ്ലോയർ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് തരുമ്പോൾ എല്ലാ തരത്തിലുള്ള റിട്ടേൺസും അതിൽ കാണിച്ചിരിക്കും. ഇൻകം റിസീവ്ഡ് ബൈ ഹിം കേട്ടോ, ഓർ ബിഫോർ ദ ഡ്യൂ ഡേറ്റ് ഇൻ സച്ച് ഫോം ഇൻക്ലൂഡിങ് ഓൺ എ ഫ്ലോപ്പി, പിന്നെ എന്താ പറയുന്നത് ഡിസ്കറ്റ്, മാഗ്നറ്റിക് കാട്രിഡ്ജ്, ടേപ്പ്, CD, ROM or any other computer readable media and manner as may be. അതൊക്കെ എംപ്ലോയർ നമുക്ക് ഏത് വഴിക്കാണ് ഏതിലൊക്കെയാണോ അല്ലെങ്കിൽ ഇപ്പം ഇൻകം ടാക്സ് അതോറിറ്റി എന്താ പറയുക കമ്പ്യൂട്ടറൈസിൽ നമ്മൾ കണ്ടില്ലേ, കമ്പ്യൂട്ടറൈസിൽ റിട്ടേൺ ഒക്കെ ഫയൽ ചെയ്യുന്ന സമയത്ത് അതിൽ ഏതൊക്കെ ഇതിലേക്കാണ് പോകേണ്ട സ്റ്റെപ്പുകൾ, കുറേ സ്റ്റെപ്പുകൾ കിട്ടില്ലേ, അപ്പോൾ അതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം എങ്ങനെയാണ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതെന്നുള്ള കാര്യം. ഇൻ സച്ച് എ കേസ് നമ്മൾ എങ്ങനെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം എന്നുള്ളത് കമ്പ്യൂട്ടർ നോക്കിക്കഴിഞ്ഞാൽ, അതായത് നമ്മൾ എന്താ പറയുന്നത് ഈ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇൻകം ടാക്സിൻ്റെ സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായിട്ട് ആ ഫോർമാറ്റ് കിട്ടുന്ന കേട്ടോ, ഫോം. ഇൻ സച്ച് എ കേസ് എനി എംപ്ലോയി ഹു ഹാസ് ഫയൽഡ് എ റിട്ടേൺ ഓഫ് ഹിസ് ഇൻകം ടു ഹിസ് എംപ്ലോയർ shall be deemed to have furnished a return of income under subsection 1. അപ്പോൾ എംപ്ലോയർ വർഷാവസാനമായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു ഫിനാൻഷ്യൽ ഇയർ അവസാനിച്ചു കഴിഞ്ഞ് നെക്സ്റ്റ് 4 months റിട്ടേൺ ഫയൽ ചെയ്യാൻ പറയുമ്പോൾ എംപ്ലോയർ നമുക്ക് എന്ത് ചെയ്യും, എംപ്ലോയർ നമുക്ക് ഫോം 16 ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഭംഗിയായിട്ട് എഴുതി തരും. എത്രയാണ് നമുക്ക് സാലറി തന്നത്, അതിന് എന്തൊക്കെ ഡിഡക്ഷൻസ് ആണ് നടത്തിയിരിക്കുന്നത്, അതൊക്കെ അതിൽ വെരിഫൈ ചെയ്തിട്ടുണ്ടാവും കേട്ടോ. ഇനി എന്താ പറയുന്നത് എംപ്ലോയർ who has a minimum of 50 employees 50 തൊഴിലാളികളെക്കാൾ കുറവുള്ള അങ്ങനെയുള്ള സ്ഥാപനമാണെങ്കിൽ വിത്ത് ഇൻകം എക്സീഡിങ് മാക്സിമം എമൗണ്ട് നോട്ട് ചാർജബിൾ ടു ടാക്സ് ഷാൾ ബി എലിജിബിൾ ടു ഓപ്റ്റ് ഫോർ ദി സ്കീം. അങ്ങനെയാണെങ്കിൽ ഈ സ്കീം ഓപ്റ്റ് ചെയ്യണമെന്നില്ല. ദിസ് പ്രൊവിഷൻ ഡസ് നോട്ട് ഹാവ് എനി പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി ആഫ്റ്റർ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ റിട്ടേൺ ഫോം ദാറ്റ് ഈസ് ITR 1 to ITR 7 ട്ടോ. ഇതിലേതെങ്കിലും ഒരു ഫോർമാറ്റ് ചെയ്താൽ മതി. ഇനി കമ്പനി ഓർ ഫേം ഒക്കെ ആണെങ്കിൽ എവരി കമ്പനി ഓർ ഫേം ഷാൾ ഫർണിഷ് ഓൺ ഓർ ബിഫോർ ദ ഡ്യൂ ഡേറ്റ് ദ റിട്ടേൺ ഇൻ റെസ്പെക്ട് ഓഫ് ദി ഇൻകം ഓർ ലൂസ്. കമ്പനിക്ക് അല്ലെങ്കിൽ ഫേമിന് ഏതൊക്കെ ഇൻകമാണ് കിട്ടണമെന്ന് വെച്ചെങ്കിൽ ആ ഇൻകംസ് എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്, ബിഫോർ ദ ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട് ഇൻകം ഫർണിഷ് ചെയ്തിരിക്കണം. ഓക്കെ. അപ്പോൾ അതിൽ രണ്ടാമത്തെ അസറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ, നമുക്ക് ഇന്ത്യയുടെ പുറത്ത് ഔട്ട്സൈഡ് എന്താ പറയുന്നത് അസറ്റ് കിടക്കുന്നുണ്ടെങ്കിൽ ഔട്ട്സൈഡ് ഇന്ത്യ കേട്ടോ, ഇന്ത്യയുടെ പുറത്ത് അസറ്റ്സുകൾ ഉണ്ടെങ്കിൽ റിട്ടേൺ ബൈ ഓർഡിനറി റെസിഡൻറ്റ് പേഴ്സൺ. അത് നമുക്ക് ആ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എടുത്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓർഡിനറി റെസിഡൻറ്റ് എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ലാൻഡ് സിറ്റുവേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ, ഡിവിഡൻഡ് ഫ്രം എ ഫോറിൻ കമ്പനി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പം എന്താണ് അസറ്റ്സ് ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ റിട്ടേൺ ബൈ ഓർഡിനറി റെസിഡൻറ്റ്, നോട്ട് ഓർഡിനറി നോണൊന്നും അടയ്ക്കണ്ട കേട്ടോ. ഓർഡിനറി റെസിഡൻറ്റ് എന്ത് ചെയ്യണം, ഹു ഹാവിങ് അസറ്റ് ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ ഹി ഷാൾ ഫയൽ ദ റിട്ടേൺ ഓഫ് ഇൻകം ഓർ ലൂസ് ഓൺ ഓർ ബിഫോർ ദ ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട് അവിടുന്ന് കിട്ടുന്ന ഇൻകത്തിൻ്റെ റിട്ടേണും എന്ത് ചെയ്യണം പറയുന്നത് ഫയൽ ചെയ്തിരിക്കണം. ഇനി ചാരിറ്റബിൾ ട്രസ്റ്റുകളാണെങ്കിൽ കേട്ടോ, 5th പോയിന്റ് കമ്പനി ഓർ ഫേം കഴിഞ്ഞു. ഇനി ചാരിറ്റബിൾ ട്രസ്റ്റൊക്കെ ആണെങ്കിൽ എവരി പേഴ്സൺ ഇൻ റെസിപ്റ്റ് ഓഫ് ഇൻകം ഡിറൈവ്ഡ് ഫ്രം പ്രോപ്പർട്ടി ഹെൽഡ് അണ്ടർ ട്രസ്റ്റ്, ആ ട്രസ്റ്റ് അണ്ടർടേക്ക് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ കയ്യിൽ വെച്ചിരിക്കുന്ന പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന ഇൻകം, അല്ലെങ്കിൽ ബൈ വേ ഓഫ് വോളണ്ടറി കോൺട്രിബ്യൂഷൻസ് ഓൺ ബിഹാഫ് ഓഫ് സച്ച് ട്രസ്റ്റ്, സ്വമേധയാ ഈ ട്രസ്റ്റുകളിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫണ്ടുകൾ,
Such a person should furnish the return in the prescribed form containing all the particulars prescribed. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ചാരിറ്റബിൾ ട്രസ്റ്റുകൾക്കൊക്കെ ഇൻകം കൊടുക്കുക, അതായത് ഫണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എന്താ പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റും വേണം കേട്ടോ. അല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, പെനാൽറ്റി ഇതൊക്കെ പേ ചെയ്യേണ്ടി വരുന്നത് മാത്രമേ ഉള്ളൂ എന്ന്. സ്റ്റേറ്റ്മെൻ്റ് ഒന്നും വെച്ചില്ല എന്ന് വെച്ചെങ്കിൽ എന്താ പറയുന്നത് പീനൽ ഇൻട്രസ്റ്റ് ഒക്കെ കൊടുക്കേണ്ടി വരും. പീനൽ ഇൻട്രസ്റ്റ് അണ്ടർ സെക്ഷൻ 234A കൊടുക്കേണ്ടി വരുന്നത് കേട്ടോ. പിന്നെ ആധാർ നമ്പർ ഈസ് മാൻഡേറ്ററി. അങ്ങനെയൊക്കെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം പറയുന്നത് ഇതിൻ്റെ കൂടെ ആധാർ നമ്പർ ഷാൽ ബി മാൻഡേറ്ററി ഫോർ എ പേഴ്സൺ ഫർണിഷിംഗ് ഈസ് റിട്ടേൺ ഓഫ് ഇൻകം എന്താ പറയുന്നത് ടു കോട്ട് ഈസ് ആധാർ നമ്പർ ഇൻ ദ റിട്ടേൺ അൺലെസ് ഇതിങ്ങനെയാണെങ്കിൽ സ്പെസിഫിക്കലി എക്സംപ്റ്റഡ് ബൈ എ നോട്ടിഫിക്കേഷൻ. എന്തെങ്കിലും എക്സംഷൻസ് ഒക്കെ വേണ്ട കേസൊക്കെ ആണെങ്കിൽ ആധാർ നമ്പറും കൂടി നോട്ട് ചെയ്തിരിക്കണം. ഓക്കെ, ഇനി ഡിഫക്റ്റീവ് റിട്ടേൺ. എന്താണ് ഡിഫക്റ്റീവ് റിട്ടേൺ എന്ന് നോക്കാം. അത് അടുത്ത ക്ലാസ്സിലേ പറയുന്നുള്ളൂ കേട്ടോ. ഡിഫക്റ്റീവ് റിട്ടേൺ ഇതൊരു ഇത്തിരി വലിയ ചാപ്റ്ററാണ് കേട്ടോ. ചിലപ്പോൾ ഒരു 4-5 ക്ലാസ് വരും ചിലപ്പോൾ. പ്രോബ്ലം ഒന്നുമില്ല, തിയറി മാത്രമേ ഉള്ളൂ. തിയറിക്ക് തന്നെയാണ് ഇമ്പോർട്ടൻ്റ്. അല്ല, ഇതിൽ പ്രോബ്ലം ഇല്ല, തിയറിക്ക് ഇമ്പോർട്ടൻസ് എന്ന് പറയാൻ പ്രോബ്ലം ഇല്ല. പിന്നെ ഞാൻ എങ്ങനെയാണ് പ്രോബ്ലം പറയുക? അപ്പം അത് കാരണം കൊണ്ട് ചിലപ്പോൾ 2-3-4 ക്ലാസ് വേണ്ടി വരും. ഞാൻ കുറേശ്ശെ എടുക്കുന്നുള്ളത് കാരണം നിങ്ങൾക്ക് ബോറടിക്കേണ്ട വെച്ചിട്ട് കേട്ടോ. ഓക്കെ, അപ്പം അടുത്ത ക്ലാസ്സിൽ കേൾക്കാം.